this is Kalil Alpam Karyam Season 2 powered by Willy White Toothpaste in association with Laza Ice Creams, ICL FinCorp and Dhanalakshmi Bank. നമ്മുടെ സെക്കൻഡ് സെഷനെ പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരൊക്കെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്? കുറച്ച് കൈകൾ കാണാം. പോട്ടെ, എക്സസൈസ് ചെയ്യണ്ട, രാവിലെ കറക്റ്റായിട്ട് എണീക്കുന്നവർ എത്ര പേരുണ്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത്? ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ 11 മണി, ഉച്ചയ്ക്ക് 12 മണി, അതല്ല, രാവിലെ ഒരു 6 മണി 7 മണി സമയത്തൊക്കെ കറക്റ്റായിട്ട് എണീക്കുന്ന, ചിലപ്പോൾ 9 മണിയോ നീ എപ്പോഴും സ്കൂളിൽ പോകണേ? പിന്നെ വെക്കേഷൻ അല്ലാണ്ട് സാധാരണ സ്കൂളുള്ളപ്പോൾ കറക്റ്റായിട്ട് റുട്ടീനായിട്ട് 6 മണിക്ക് എണീക്കുന്ന 6 മണി 7 മണി, ഓക്കെ ഞാൻ സമ്മതിച്ചു, എല്ലാവരും നല്ല സൂപ്പറായിട്ട് റുട്ടീനായിട്ട് എണീക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഷുവർ, ഗ്രേറ്റ്. അപ്പം ഞാനിന്ന് നമുക്ക് ജസ്റ്റ് നമ്മൾ സെക്കൻഡ് സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശീലങ്ങളും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്നാണ് കേട്ടോ. നമ്മുടെ ശീലങ്ങളും നമ്മുടെ റുട്ടീൻസും, നമ്മൾ എണീക്കുന്നതാണെങ്കിലും നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എന്തൊക്കെ പ്രാക്ടീസുകൾ ചെയ്യുന്നു, നമ്മുടെ വ്യായാമം, എക്സസൈസ്, നമ്മുടെ മെൻ്റൽ കോൺസെൻട്രേഷൻ, ഇതിനെല്ലാം നമ്മുടെ ശീലങ്ങളായിട്ട് ഒത്തിരി ബന്ധമുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ വിശദീകരിക്കാനായിട്ട് നമ്മുടെ സെക്കൻഡ് സെഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് കളിയിൽ അല്പം കാര്യം സീസൺ 2-ൻ്റെ 2ാമത്തെ സെഷനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഗുരുജിയാണ്, ബ്രഹ്മചാരി ശിവാനന്ദൻ. ഗുരുജി സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലെ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ചെയർപേഴ്സണായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഭാരതീയ ജ്ഞാന പരമ്പരയിൽ 50-ലധികം ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അക്കാദമിക്ക് നേതൃത്വം നൽകുന്നതിനും സ്വാമിജി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗുരുജിയുടെ അക്കാഡമിക് യാത്ര വൈവിധ്യമാർന്ന വിഷയങ്ങളാൽ സമ്പന്നമാണ് കേട്ടോ. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം പ്രശസ്തമായ ലോണോവാല കൈവല്യധാമയിൽ നിന്നും പരിശീലനം നേടിയ ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറ്റ് അമൃത അഥവാ ലീപ്പിൻ്റെ സ്ഥാപക അംഗമായ അദ്ദേഹം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 1000-ലധികം വിദ്യാർത്ഥി വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അമൃത സർവകലാശാലയിലെ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമെന്ന നിലയിൽ സർവകലാശാല ഭരണത്തിലും അദ്ദേഹം തൻ്റെ സംഭാവനകൾ നൽകി വരുന്നുണ്ട്. ഗുരുജിക്ക് പൊന്നാടി അണിയിച്ച് ആദരിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡീൻ ആൻഡ് ഡയറക്ടർ ഓഫ് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ്, ശ്രീ കൃഷ്ണകുമാർ സർ. അപ്പോൾ എല്ലാവരും കളരിയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണോ? ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഇവിടെ ഒരു ഉത്സാഹക്കുറവുണ്ടല്ലോ. ഉണ്ടോ? ശരി. അപ്പോൾ 2 സൈഡിലും നല്ല ഉത്സാഹത്തോടു കൂടിയാണ് എല്ലാവരും ഇരിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ ഇവിടെ പറയണ്ടായി, നമ്മുടെ ആ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോവുകയാണ്. ചില കളികൾ, കാരണം ഈ സെഷൻ്റെ പേരറിയാലോ, കളിയിൽ അല്പം. അപ്പോൾ കളികളിലൂടെ നമുക്ക് ചില കാര്യങ്ങളൊന്ന് പഠിക്കാനും കൂടി ഒന്ന് ശ്രമിക്കാം. കളിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ശരി. എന്തൊക്കെ കളികൾ കളിച്ചു ഇന്നലെ ഇന്നുമായിട്ട് ഇതുവരെ? ഇത് 2ാം ദിവസമല്ലേ? യോഗ, അത് കളിയാണോ? യോഗയുണ്ട്, മാജിക് ഉണ്ടായിരുന്നു, സൂംബ ഉണ്ടായിരുന്നു. ശരി, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ശരീരമെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാവരുടെ ശരീരം, ബാഗും ഒക്കെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിപ്പുണ്ട്. മനസ്സിവിടെ ഉണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഉറപ്പാണോ? ശരി. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗെയിം പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം മനസ്സിനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഒരു ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങാം. ചോദ്യങ്ങൾ എല്ലാവർക്കും ചോദിക്കാനും ഉത്തരം പറയാനും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഈ സൈഡിലായിട്ടാണ് ചോദ്യം കേട്ടോ, ഇവിടെ ഉള്ളവരും മിണ്ടണ്ട. കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? 2, 1. ഇവിടെ ഈ സൈഡിൽ 6 ബ്രദേഴ്സ്. ശ്രീകൃഷ്ണന് 2, 1, ഒരാൾ മാത്രം എന്ന് പറഞ്ഞു. അവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം, ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ശരി, വെരി ഗുഡ്. അപ്പോൾ ശ്രീകൃഷ്ണന് ഒരു ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പിന്നെ ചോദിക്കാം. ശ്രീരാമന് എത്ര സഹോദരന്മാരുണ്ട്? അതെല്ലാവർക്കും ഏകാഭിപ്രായമാണ്, 3 എന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ശിവൻ, പരമശിവൻ, അദ്ദേഹത്തിന് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? 0.
കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ അവനൊരു കയ്യടി കൊടുത്തേ എല്ലാവരും. താങ്ക് യു. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. നമ്മൾ ഗെയിമിലേക്ക് കടക്കാൻ പോകണം. ഗെയിമിൻ്റെ നിയമങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം. ഞാൻ എപ്പോഴെല്ലാം കൃഷ്ണൻ എന്ന് പറയുന്നോ അപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് ഒരു കയ്യടി. ആ കയ്യടി ആർക്ക് വേണ്ടിയിട്ടാണ്? ബലരാമന് വേണ്ടിയിട്ട്. കേട്ടോ, ബലരാമൻ ആരാന്നറിയാലോ? അറിയാം. അപ്പോൾ ശ്രീകൃഷ്ണൻ അഥവാ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു തവണ കൈയടിക്കണം. റെഡിയല്ലേ? അപ്പോൾ രാമൻ എന്ന് പറയുമ്പോൾ എത്ര തവണ കൈയടിക്കും? 3. ഭരതൻ, ലക്ഷ്മണൻ, സൂപ്പർ, ശത്രുഘ്നൻ. ശരി. ശിവനോ? കൈയടിക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോയെന്ന് ഇപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. രാമൻ എത്ര കയ്യാ അടിച്ചേ? 3. ശരി, എനിക്കിവിടെ 4 കേട്ടത്. കൃഷ്ണൻ, ശിവൻ. ഓ, നിങ്ങളിപ്പോഴും ആ ഇലയടയിലും ചായയിലുമാണ് ഇരിക്കുന്നതെന്നാ തോന്നണു പല കുട്ടികളും. മോൻ അടിച്ചില്ല. കുറേ കുട്ടികൾ അടിച്ചില്ല. ഒന്നും കൂടി നോക്കാം. രാമൻ, കൃഷ്ണൻ, ശിവൻ. ചിലവരിപ്പോഴും ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് സ്പീഡിൽ നോക്കാം. ഇപ്പോൾ വളരെ പതുക്കിപ്പോയി, എന്നാലും മിക്കവരുടെ മനസ്സ് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഞാനെന്തോ പറയുന്നു, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണൻ 2 തവണയൊക്കെ അടിച്ചെന്താ? 2 തവണ അടിച്ചു പോകണ്ട. രാമൻ, ശിവൻ. കുറച്ച് വൈകിട്ടാണെങ്കിലും പാവമല്ലേ, ശിവനല്ലേ, സഹോദരങ്ങളില്ലാതിരിക്കുന്ന ആളല്ലേ, കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടി. ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് മനസ്സിനോട് പറഞ്ഞു, നീ 2 അടി അടിക്കണം, അല്ലെങ്കിൽ 3 കൈ അടിക്കണം, അല്ലെങ്കിൽ ഒരു തവണ. എന്നിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ പാറിപ്പോവുകയാണ്, എവിടേക്കോ പോവും. അതിനെ തിരിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷൻ്റെ ഒരു ലക്ഷ്യം. കേട്ടോ? അപ്പോൾ ഒരു ചോദ്യം, അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം പറയാനും അറിയാം, നന്നായിട്ട് പറയുന്നുണ്ട്. അതെ. പിന്നെ ഈ ഇടയ്ക്ക് ഈ രാമൻ, കൃഷ്ണൻ, ശിവൻ ഇടയ്ക്ക് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളാം. മനസ്സ് കയ്യിൽ തന്നെ വേണം, മനസ്സ് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയരുത്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ ധ്യാനം അഥവാ മെഡിറ്റേഷൻ, അതിൻ്റെ ഒരു യൂസ് എന്താണ്? വാട്ട്സ് എ പർപ്പസ് ഓഫ് ഡെയിലി മെഡിറ്റേഷൻ? വൺ ബൈ വൺ. എല്ലാവരും പറയരുത്, കൈപൊക്കിയാൽ മാത്രം മതി. അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരും മൈക്കെത്തിക്കും. അപ്പോൾ ആദ്യം ഇവിടെയാണ് കൈപൊക്കിയത്. അപ്പോൾ ഈ മോൾക്ക് കൊടുക്കുക ആദ്യം. മൈൻഡ് റിഫ്ലക്സ് ആവാനും അതേപോലെ സൂപ്പർ. മൈൻഡ് ഒരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൈയടിക്കണേ. ആ സൈഡിൽ ഒരാൾക്ക് കൊടുക്കാം. ഭയങ്കരമായിട്ട് റിലാക്സ് ആവുന്നുണ്ട്. സൂപ്പർ. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ആരാണ് റിലാക്സ് ആവേണ്ടത്? മനസ്സാണോ ബോഡിയാണോ? മനസ്സും ബോഡിയും രണ്ടുപേരും. താങ്ക് യു. ഇരുന്നോളൂ. നമ്മുടെ ബോഡി മനസ്സ് റീഷേപ്പ് ചെയ്യും, പിന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും. പിന്നെന്താണ്? മനസ്സ് റീഷേപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുക അല്ലെങ്കിൽ അതിനൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ള ഉത്തരങ്ങളാണ് 3 പേരും പറഞ്ഞത്. ഇനി പുതിയ എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ മാത്രം കൈപൊക്കുക. അതെ, ഇവിടെ ഒരാൾക്കുണ്ട്. നമ്മുടെ ഇമോഷൻസ് കാമാക്കാൻ. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ ഒരു കൈയടിച്ച് എല്ലാവരും ആ കുട്ടിക്ക്. വികാരങ്ങൾ, ദേഷ്യം, അസൂയ മുതലായ വികാരങ്ങളെല്ലാം കാമാക്കി നോർമലാക്കി കൊണ്ടുപോകും ധ്യാനിച്ചാൽ എന്നാണ് ആ കുട്ടി പറയുന്നത്. അടുത്തതും കൂടി കേൾക്കാം. നമ്മുടെ ബാഡ് ഹാബിറ്റ് ഒക്കെ മാറ്റിക്കളയും. എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. ശരി, ഇരുന്നാൾ. ബാഡ് ഹാബിറ്റ്സ്, പലതരം ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഒരു ബാഡ് ഹാബിറ്റാണ് മടി, ലേസിനെസ്, രാവിലെ എണീക്കാതിരിക്കുക, അങ്ങനെ പലതരം ബാഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഈ പിന്നെ അതേപോലെ മറ്റതുണ്ട്, വളരെ വേഗം ആൾക്കാരെ പോയി ഇടിക്കുക, അല്ലെങ്കിൽ കുശുമ്പ്, അസൂയ, അങ്ങനെയൊക്കെ. ആ കുട്ടിയുടെ കൂടി കേൾക്കാം. നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ ബോധവും ഏകാഗ്രതമാക്കാൻ വേണ്ടി. നമുക്ക് വേണ്ട ഉത്തരം കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കൂ. താങ്ക് യു. ശാന്തമാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അടുത്ത പാർട്ടാണ് ഏകാഗ്രമാക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കാൻ നമുക്ക് സഹായിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെ അവസരങ്ങളിലാണ്? പഠിക്കാൻ, കളിക്കാൻ, ഡാൻസ് ചെയ്യാൻ, നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും, കഴിക്കുമ്പോൾ പോലും നമ്മുടെ ഫോക്കസ് അതിൽ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാനിരുന്നാൽ എവിടെയായിരിക്കും ചിന്തിക്കുന്നത്? യൂട്യൂബിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ച്, വരാൻ പോകുന്ന കളികളെക്കുറിച്ച് പഠിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കും. ഇനി കളിക്കുമ്പോഴോ മറ്റന്നാൾ വരാനുള്ള പരീക്ഷയെ കുറിച്ച് അല്ലെങ്കിൽ കഴിക്കാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. കഴിക്കുമ്പോഴോ അമ്മയായിട്ട് എന്തെങ്കിലും അടി കൂടുന്നത് അല്ലെങ്കിൽ വേറെ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ല, ഈ നാട്ടിലില്ല കുട്ടി. ശരി.
അപ്പോൾ അങ്ങനെ ചിന്തകൾ ഇങ്ങനെ പരന്ന് നടക്കുമ്പോൾ അവളിനെ പിടിച്ച് ആ വേണ്ട പോയിന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ഒരു പ്രൈമറി പർപ്പസ്. ശാന്തമാക്കുക എന്നുള്ളതുണ്ട്, പക്ഷെ ആദ്യഘട്ടത്തിൽ മനസ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സും ടിപ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു പർപ്പസ് ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു. മനസ്സിനെ ശാന്തമാക്കാനാണെന്ന് പറഞ്ഞു, മനസ്സിനെ ഫോക്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞു, ബോഡിയെ റിലാക്സ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അതെല്ലാം ശരി തന്നെ. ഇനി ഇതെങ്ങനെ നമുക്ക് പഠിക്കാം? പലതരത്തിൽ നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വേണ്ടേ? ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണ്ടേ ധ്യാനത്തിൽ? വേണ്ടേ? അപ്പോൾ നമുക്ക് ഈ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ, മനസ്സിനൊന്ന് ഫോക്കസ് ചെയ്യാൻ പല പല രീതികളുണ്ട്. ചിലതൊക്കെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം. എല്ലാം പരിചയപ്പെടാൻ സമയമില്ല. കുറച്ച് നേരം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ മനസ്സിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത് ഏത് വഴികളിലൂടെയാണ്? ഏതൊക്കെ വഴികളിലൂടെയാണ് ഇവർ വരുന്നത്? ചെവിയിലൂടെ വരും 1, കണ്ണിലൂടെ വരും 2, ടച്ച് 3, സ്മെല്ല്, ടേസ്റ്റ് 5 എണ്ണം അദ്ദേഹം പറഞ്ഞു. ബേസിക്കലി 5 സെൻസ് ഓർഗൻസിലൂടെ പതുക്കെ ഇങ്ങനെ ഇൻഫർമേഷൻ നമ്മുടെ തലയിലേക്ക് വരുവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ പഠിക്കാനിരുന്നു, പെട്ടെന്നാണ് എൻ്റെ ഫോണിൽ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഓടിപ്പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്നാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ആകെ ഒരു ഡിസ്ട്രാക്ഷനായി. ഇനി അതല്ല, നമ്മൾ പഠിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ കളിക്കുന്നു, പെട്ടെന്ന് കിച്ചണിൽ നിന്നും നല്ല ഒരു സ്മെല്ല് വരുന്നു. ചിക്കൻ കറിയുടെ സ്മെല്ലൊന്നും ആകെപ്പാടെ പഠനം താറുമാറാവും. അപ്പോൾ അതേപോലെ ഈ പുറത്തുനിന്ന് വരുന്ന, പല സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഫ്ലോനെ നമുക്കൊന്ന് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാക്ടീസിലൂടെ സാധിക്കുള്ളൂ, പെട്ടെന്ന് സാധിക്കില്ല. നമുക്ക് എന്തായാലും ഒരു സ്റ്റെപ്പ് ഇന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാവർക്കും നിവർന്നിരിക്കാൻ അറിയോ? ബാഗ് ഇതിൻ്റെ താഴെ വെച്ചോ, വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്നോളൂ. ബാഗ് താഴെ വെച്ച്, ശരി, കൈ രണ്ടും സ്വന്തം മടിയിൽ വെക്കുക. ഒരു കുട്ടി അതിൻ്റെ ഇടയിൽ ഇതുമേ കയറിയിരിപ്പുണ്ട്, വളരെ സന്തോഷം, പക്ഷെ താഴെ ഇരിക്കും. അപ്പോൾ സ്വന്തം മടിയിൽ വെക്കുക. ഈ ധ്യാനത്തിന് ശ്രമിക്കുന്നവരുടെ ആദ്യത്തെ ഒരു പർപ്പസേ, ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആ കുട്ടീനെ കുറിച്ച് പറയും, ഇപ്പുറത്തെ ഒരു പൂച്ച പതുക്കെ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ ആ പൂച്ചയെക്കുറിച്ച് പറയും, പുറകെ കിടക്കുന്ന ആ പോമറേനിയൻ പട്ടീനെ കുറിച്ച് പറയും. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ മാത്രമായിരിക്കണം. ഡിസ്റ്റർബൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പോയാൽ കാര്യങ്ങൾ പോകും. അപ്പോൾ എല്ലാവരും നിവർന്നിരിക്കുക, കൈ രണ്ടും സ്വന്തം മടിയിൽ വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ആ കുട്ടി ആദ്യം കാണിച്ചത് നമ്മുടെ ഇൻഫർമേഷൻ വരുന്ന ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഈ 2, എന്താണ് ഇതിനെ വിളിക്കുന്നത്, ചെവികളിലൂടെയാണ്. ഈ ചെവിയും ഈ ചെവി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെവിയിലൂടെ പിടിക്കാൻ പറ്റും എന്ന്. അപ്പോൾ ചെവി ഓപ്പണാക്കി വെക്കുമ്പോൾ നമ്മൾ കണ്ണൊന്ന് അടച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഇഫ് യു ക്ലോസ് അവർ ഐസ്, ദാറ്റ് വിൽ ഗിവ് മോർ പവർ ടു അവർ ഇയർ. അപ്പോൾ കണ്ണൊന്ന് അടച്ചു വെച്ചോളൂ. എന്നിട്ട് ഇത്രയും ചെയ്താൽ മതി. ഈ ഓഡിറ്റോറിയത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന, കണ്ണടയ്ക്കണേ, കണ്ണ് അടച്ചിട്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളെ ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ പറയണം, അത് എൻ്റെ ശബ്ദമുണ്ട്, ഇവിടുത്തെ ക്യാമറയുടെ സൗണ്ട് ഉണ്ടാവും, ഫോണിൻ്റെ സൗണ്ട്, വലിയ ഒരു ഫാനുണ്ട്, മറ്റ് ചെറിയ ചെറിയ ഫാനുകൾ, ജനറേറ്റർ, കാറ്, ബസ്, അപ്പുറത്തൊരു ചേട്ടൻ നടന്നു പോകുന്നു. സോ സ്ലോലി വി ആർ ഒബ്സർവിങ് ജസ്റ്റ് ലൈക്ക് എ റഡാർ. ഒരു റഡാർ എങ്ങനെയാണോ സിഗ്നൽ അയച്ച് ഏതൊക്കെ വസ്തുക്കൾ അതിൻ്റെ പരിധിയിലുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, അതേപോലെ കഴുത്ത് തിരിക്കണ്ട, കഴുത്ത് ഫ്രണ്ടിലോട്ട് തന്നെ, കണ്ണുകൾ അടച്ച് തന്നെ. പക്ഷെ നമ്മൾ ആ ചെവിയിലൂടെ വരുന്ന എല്ലാ ശബ്ദവും വിശദമായിട്ട് നോട്ട് ചെയ്യുന്നു. എവിടെ നിന്ന് വരുന്നു. ചിലത് ഫോണിൽ നിന്നായിരിക്കും, ചിലത് മറ്റ് പല സ്ഥലത്തു നിന്നായിരിക്കും. ആരെങ്കിലും നടക്കുന്നുണ്ടാകും ഓഡിറ്റോറിയത്തിലൂടെ. ഒരു 30 സെക്കൻഡ് ശ്രദ്ധിച്ചിരിക്കണേ. ധ്യാനത്തിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിൻ്റെ ഏകാഗ്രതയാണ്, കോൺസെൻട്രേഷനാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ആദ്യപടിയായിട്ട് നമുക്ക് ശബ്ദങ്ങളിലൊന്ന് ശ്രദ്ധിക്കാം. 30 സെക്കൻഡ് മാത്രം. ഓരോരുത്തർക്കും കിട്ടുന്ന ആ ശബ്ദങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക മനസ്സിൽ. ശരി, ഇനി കണ്ണുകൾ തുറന്നോളൂ. ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. ഫാനിന്റെ ശബ്ദം ഒരെണ്ണം. തൻ്റെ അടുത്ത് വലിയൊരു ഫാൻ ഉണ്ട്, ശരിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയർ നീങ്ങണ ശബ്ദം ഉണ്ടായിരുന്നു. ചെയർ നീക്കിയോ? ബാക്കിൽ നിന്ന് ചേട്ടന്മാർ ചെയർ നീക്കി.
പിന്നെ എന്തിന്റെ ശബ്ദം അറിയില്ല, ഒരു ഇങ്ങനെ റിങ് ചെയ്യണ ഒരു ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാണ്ടായിരുന്നു. റിങ് ചെയ്യുന്ന ശബ്ദം ഫോണാണോ? മൊബൈൽ ഫോൺ? അല്ല, ഒരു ഷാർപ്പ് സൗണ്ട് പോലെ കേൾക്കാണ്ടായിരുന്നു. അത് അവിടുന്ന് എന്തോ അപ്പുറത്തെ റൂമിൽ അപ്പുറത്ത് പുറത്തുനിന്നായിരിക്കും. ശരി, അപ്പൊ തേർഡ് അൺഐഡന്റിഫൈഡ് സൗണ്ട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കൈ പഠിക്കല്ലേ, നമ്മൾ വേറെ സൗണ്ട് വരും. അപ്പൊ വെയിറ്റ് ചെയ്യാം. സാറ് സംസാരിക്കണ സൗണ്ട് ഞാൻ സൗണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ബേസ് ലൈനായിട്ട് എൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 4 ശബ്ദം അദ്ദേഹം കേട്ടു. വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ആരോ കൈ പൊക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഫാനിന്റെ ശബ്ദവും ഏത് ഫാനിൻ്റെയാണ് കേട്ടത്? ഈ ഫാൻ ആ ഫാനിൻ്റെ ശബ്ദം വളരെ ക്ലിയർ ആണ്. ഒന്ന് പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ സൗണ്ട് കീ എന്നുള്ളൊരു സൗണ്ട് കേട്ടു. അത് അവൻ്റെ ഫ്രണ്ടിലിരുന്നവൻ സംസാരിച്ചാണോ? അല്ല അല്ല. ശരി, പിന്നെ എന്തൊക്കെ കേട്ടു? പിന്നെ ഇങ്ങനെ എന്തൊരു ശബ്ദം കേട്ടു. ഓക്കെ, തിരിച്ചറിയാൻ പറ്റാത്തൊരു ശബ്ദം കേട്ടു. അത്ര ഓക്കെ ഓക്കെ. ആ ഫാനിന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കണ്ടായിരുന്നു. പിന്നെ ഫാനിന്റെ മറ്റേ സിങ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഓക്കെ, അത് രണ്ടാമത്തെ സൗണ്ടാണ്. ആ പിന്നെ സാർ സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി കൈ പൊക്കുന്നവർക്ക് പുതിയ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം കൈ പൊക്കിയാൽ മതി കേട്ടോ. ഫാനിന്റെ സൗണ്ട് അതിന് പറയണ്ട, പുതിയ സൗണ്ട് മാത്രം. പ്ലേറ്റ് ഇങ്ങനെ തമ്മിൽ കൂട്ടി വിടുന്ന ഒരു സൗണ്ട്. ഞാൻ പിറകെ എവിടെന്നോ കേട്ടാണ്, ഒരു 2 പ്ലേറ്റുകൾ ഇങ്ങനെ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടുന്ന സൗണ്ട്. സൗണ്ട് ചേടാ, അത് കൊള്ളാലോ. ആ പിറകെ എവിടെന്നോ കേട്ടതാണ്, ഞാൻ കണ്ണടച്ചിരുന്ന കേട്ടിട്ടുണ്ട്. അതോ മറ്റേ രാവിലത്തെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർമ്മയാണോ? അല്ല ശരി, പുറകിലുള്ള കുട്ടിക്ക് നടക്കണ ശബ്ദം. നടക്കണ ശബ്ദം. ആര് നടന്നു ഇവിടെ? ഞാൻ കണ്ടില്ലല്ലോ ആരും. ശരി, നടക്കണ ശബ്ദമുണ്ട്. ആ ഇവിടെ അടുത്തുള്ള ആരൊക്കെ സംസാരിക്കണ ശബ്ദം. ചേടാ, അത് കൊള്ളാലോ. നീയാണോ പുള്ളി ഷർട്ട് അവനാണോ സംസാരിച്ചത്? അല്ല, സംസാരിച്ചു. പിന്നെ അവിടെ എന്താ ലോഡ് ഇറക്കണോ കേട്ടണ എന്തോ ശബ്ദം. ഓക്കെ, എക്സ്ട്രാ ഒരു സൗണ്ട് കേട്ടു. അത്രയും കേട്ടു. വെരി ഗുഡ്. ലൈറ്റിന്റെ ഷീറ്റ് അടിക്കുന്ന ശബ്ദം കേട്ടു. ആ ലൈറ്റിന്റെ ഷീറ്റ് കണ്ടോ, ആ അതിന് കൂട്ടി അടിക്കുന്ന ശബ്ദം കണ്ടു. അത് കൊള്ളാട്ടോ. അയാൾക്കൊരു സ്പെഷ്യൽ കൈയ്യടി നമുക്ക് കൊടുക്കാം. ഞാൻ അധികം പേര് കേൾക്കാത്ത ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. സ്പീക്കറിന്റെ സൗണ്ട് കേട്ടു. ഇതിലൂടെ വരുന്ന സൗണ്ടുകൾ കേട്ടു. ആ പിന്നെ ആടിന്റെ ശബ്ദം കേട്ടു. ആടോ? ആ മേ, അങ്ങനെയാണോ കേട്ടെ? ആ ആടിന്റെ സൗണ്ട് കേട്ടോ? ആ വെരി ഗുഡ്. ആ പിന്നെ ഒരു കപ്പ് പൊട്ടണ കപ്പ് പൊട്ടിച്ചു. ആ നമുക്ക് അവിടെ പോയി നോക്കാം, കിച്ചണിൽ പോയി നോക്കാം കപ്പ് പൊട്ടിച്ചോ. ശരി, താങ്ക് യു ഇരുന്നു. പിന്നെ ഒരു കട്ടിയുടെ സൗണ്ട് കേട്ടു. കത്തിയാ? ആ എടോ, അത് കളരിയുടെ സമയത്തായിരുന്നു, തന്നെ ഉറങ്ങിപ്പോയായിരിക്കും. ഇപ്പൊ കത്തിയുടെ സൗണ്ട് കേട്ടോ? കത്തിയുടെ സൗണ്ട് കേട്ടോ? ശരി, ഇല്ല അയാൾ കേട്ടു, അത് കുഴപ്പമില്ല. ലെറ്റസ് അക്നോളജ് ഇറ്റ്. ആ പിന്നെ കഴിഞ്ഞു. താങ്ക് യു. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കയ്യടി. അടുത്ത റൗണ്ട്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അഥവാ എല്ലാവർക്കും മനസ്സിലായി, ഓരോരുത്തരും കേൾക്കുന്നത് വേറെ വേറെ കാര്യങ്ങളാണ്. ഒരേ റൂമിൽ നമ്മൾ ഇരിക്കണോ, ഒരേ സ്ഥലത്ത് ചെറിയ 2 അടി 4 അടിയൊക്കെ വ്യത്യാസമുള്ളൂ. പക്ഷെ നമ്മൾ പലരും പലതരത്തിലുള്ള സൗണ്ടുകളാണ് കേൾക്കുന്നത്. അതിനെന്താണ്? ഈ ചെവിയുടെ കുഴപ്പമാണോ? മനസ്സ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇങ്ങനെ. അപ്പോൾ മനസ്സ് എവിടെയുണ്ടോ അവിടെ നിന്ന് നമുക്ക് സൗണ്ട് കിട്ടും. അപ്പോൾ കുറച്ച് പേരുടെ മനസ്സ് ഇടയ്ക്കൊന്ന് ഓഫായി പോയി, അതുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത്. പക്ഷെ ചിലർ വളരെ ഷാർപ്പായിട്ട് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് വളരെ മൈനറായിട്ടുള്ള ആ ഒരു പേപ്പർ, ആ ലൈറ്റ് റിഫ്ലക്ടറിൻ്റെ ആ പേപ്പറിൻ്റെ സൗണ്ട് പോലും അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെയും ചെവി അതിൻ്റെ ഒരു ഫിസിക്കൽ സപ്പോർട്ട് മാത്രമല്ല, മൈൻഡും കൂടി പുറകെ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ, സൗണ്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി ഇല്ലേ? മനസ്സിലായോ? അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോന്നോ? രാമൻ, കൃഷ്ണൻ, ശിവൻ. ആ ശരി, ഒരു 99.9% ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് സൗണ്ടിൽ നിന്നും അടുത്ത പ്രധാനപ്പെട്ട ഇന്ദ്രിയം ഏതാണ്? കണ്ണിൻ്റെ പവർ. അതായത് കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും വിഷ്വൽ അല്ല, അതിൻ്റെ പുറകെയുള്ള മൈൻഡിൻ്റെ ഒരു പവർ എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് വോളണ്ടിയേഴ്സ് വേണം, അവർ ഫ്രണ്ടിൽ വരേണ്ടി വരും. അപ്പോൾ റൂൾസ് ഇതാണ്: ഒരാൾ എണീറ്റ് ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ തിരിഞ്ഞ് നോക്കരുത്, അതാണ് അതിൻ്റെ റൂള്. തിരിഞ്ഞ് നോക്കിയാൽ അയാൾ ഔട്ടാവും, അയാൾ തിരിച്ചു പോകേണ്ടി വരും. ചോദ്യം ഇതാണ് ഈ കുട്ടിയോടുള്ളത്. നിങ്ങൾക്ക് ഈ ചോദ്യം ഉടനെ വരും. തൻ്റെ ഒരു 5 ഫ്രണ്ട്സ് ഹു ആർ ഇൻ ദിസ് ഹോൾ, അവരുടെ ഒരു പേരൊന്ന് പറയാമോ? എനിക്ക് ബ്രദർ ഉണ്ട്, കൃഷ്ണദർശൻ, അവിടെ ഇരിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ പോയിട്ടാ കാര്യങ്ങൾ. ആ എണീറ്റ്. പിന്നെ സർവേഷ്. സർവേഷ് ഉണ്ടോ ഇവിടെ? അവൻ എണീറ്റു. ആ ജോനാഥൻ. യെസ്. ഇത്രേ ഉള്ളോ, വേറെ ആരും ഇല്ല. 3 കൂട്ടുകാരേ ഉള്ളൂ. 2 ദിവസത്തെ ക്യാമ്പിന് വന്നിട്ട് 3 കൂട്ടുകാരാണോ? ശരി, കുഴപ്പമില്ല. 3 കൂട്ടുകാരാണ് ഇവനുള്ളത്. മിടുക്കം വരെയുള്ള കൂട്ടുകാർ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും കൈ താഴ്ന്നു. ഇവരുടെ 3 പേരുടെയും ഷർട്ടിന്റെ കളർ ഒന്ന് പറയാമോ? ജോനാഥന്റെ റെഡ് എന്ന് തോന്നുന്നു. റെഡും വൈറ്റ് ആണ്, ഓർമ്മയില്ല. ഓ കുഴപ്പമില്ല. ആ
സർവേഷിൻ്റെ ലൈറ്റ് യെല്ലോ എന്ന് തോന്നുന്നു. ആ അനിയൻ്റെ ബ്ലാക്ക്. അനിയൻ പിന്നെ വീട്ടിൽ നിന്ന് അവനോ ഉടുപ്പിച്ച് കൊണ്ടുവന്നേക്കണേണ്. ശരി, അപ്പോൾ വളരെ അല്ല ഏകദേശം കറക്റ്റല്ലേ? തിരിഞ്ഞു നോക്കിക്കോളൂ. കൈയടിച്ച് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിട്ട് അവരെ കണ്ടപ്പോൾ മുതൽ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ഷർട്ട് ധരിച്ചിരുന്നു എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചത്. നിങ്ങളിരിക്കൂ. ഒരു പെൺകുട്ടീനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഋഗ്വേദിക, ഋഗ്വേദിക. ആ, അടുത്തിരിക്കുന്ന ആളാണല്ലോ. ആ മൻഹ, ആ പിന്നെ ഒരു ചെറിയ ഫ്രണ്ട് ഉണ്ട് അഹാന പറഞ്ഞിട്ട്. അഹാന. അഹാന. വേർ ഈസ് അഹാന? അഹാന ഉണ്ട്, അഹാന ഉണ്ട്. അഹാന എണീറ്റിന്നോ? പേടിക്കണ്ട. ആ ഇനി ഓക്കെ. അപ്പോൾ ഈ 2 പേരെ വെച്ചിട്ട് എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ചോദിച്ചോട്ടെ? ആ റെഡി അല്ലേ? ഇവരുടെ വാച്ചിൻ്റെ കളർ ഓർമ്മയുണ്ടോ? ആ പറഞ്ഞോ. ഋഗ്വേദികയുടെ ഒരു റോസ് ഗോൾഡിന്റെ വാച്ചാണ്. കാണിക്കൂ ഋഗ്വേദിക. തൊട്ടപ്പുറത്താളുടെ അതേ സെയിം സംഭവം വേറൊരു ഷെയ്ഡിലുള്ളത്. വേറൊരു ഷെയ്ഡിലുള്ള റോസ് ഗോൾഡ്. വളരെ നല്ല ഉത്തരവാണ്. വളരെ നല്ല ഒബ്സർവേഷൻ ഉണ്ട്. കൺഗ്രാലേഷൻ. ഇരുന്നോളൂ. സമൃത്ത്, സമൃത്ത്, അദ്വൈത്, സർവേഷ്. പണിയാണല്ലോ. സർവേഷിനെ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുകയാണ്. സർവേഷ് 3 പേരുള്ളൂ. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, ഫുട്വെയർ ഇട്ടിട്ടില്ല. അവരുടെ 3 പേരും ഫുട്വെയറിന്റെ കളർ ഓർമ്മയുണ്ടോ മോന്? ടൈപ്പ് അറിയാം. ടൈപ്പ് അവരുടെ ഫുട്വെയറിന്റെ ടൈപ്പ് അറിയാം, കളർ ഓർമ്മയില്ല. കളർ അറിയില്ല, ടൈപ്പ് അറിയാം. എന്നാ ടൈപ്പ് പറഞ്ഞാലും മതി തൽക്കാലം. സമൃത്തിന്റെ ക്രോക്സ് ആണോ? ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലൂ ആണെന്നാണ് വിശ്വാസം. ഏതെങ്കിലും ഒരു കളറാ? 3 ഉണ്ട്. ഗ്രീനും വൈറ്റും ബ്ലൂ ഉള്ളൊരു ക്രോക്സോ? ബ്ലൂവിന്റെ ഒരു കുഞ്ഞു ഷെയ്ഡ്. ശരി സൂപ്പർ. അയാൾ എഗ്രി ചെയ്തു. അപ്പൊ കൈയടിച്ച് ഇദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കാം. താങ്ക് യു സർ. ഇരുന്നോളൂ. അദ്വൈത് ഷൂസ് ആണ് തോന്നുന്നുണ്ട്. വാട്ട് കളർ? എനി ഗസ്? ബ്ലാക്ക്. He's not agreeing. It's okay, no problem. സർവേഷ്? ക്രോക്സ്. Again ക്രോക്സ്? ക്രോക്സ് തന്നെ അല്ല. അല്ലേ? ഏത് സർവേഷാണ്? ഈ സർവേഷ് ചേട്ടനാണോ? നോക്കിയേ. നോക്കില്ല. ഉറപ്പാണോ ഈ സർവേഷ് തന്നെയാണോ? പീച്ച് ഷർട്ട്. അത് തന്നെ പീച്ച് ഷർട്ടിയുടെ സർവേഷ് തന്നെ. ഓക്കെ, അപ്പോൾ തൻ്റെ പകുതി ശരിയായി. അപ്പോൾ കൺഗ്രാലേഷൻസ്. അദ്ദേഹം കുറച്ച് അസ്യൂം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. സോ മൈൻഡ്, ഏകാഗ്രത, ഫോക്കസ്, മൈൻഡ് ഹിയർ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ വി ആർ ഗോയിങ് ടു ടെസ്റ്റ് വെദർ ഹെർ മൈൻഡ് വാസ് ഹിയർ ഓർ സംവെർ എൽസ്. യെസ്, നെയിം ആൻഡ് ലിസ്റ്റ് 3 ഫ്രണ്ട്സ്. നോറ ചേച്ചി, നോറ ചേച്ചി, ദേവിനന്ദന ചേച്ചി, ആ മൻഹ. ഓക്കെ. ഇവരുടെ ബോട്ടം വെയർ അത് ജീൻസ് ആണോ സ്കേർട്ടാണോ? അതിൻ്റെ കളർ അത്രയും പറഞ്ഞാൽ മതി. മൻഹയുടെ ജീൻസ് ആണ് ലൈറ്റ് ബ്ലൂ. സൂപ്പർ. നോറ ചേച്ചി ബ്ലാക്ക് ആണ്. എന്താണ് ബ്ലാക്ക്? വെറുതെ പാൻറ്. വെറും പാൻ്റ് ആണെന്ന് പറയണോ? അല്ല എന്ന് പറയണോ? അയാൾ സമ്മതിക്കുന്നില്ല. അപ്പൊ മതി. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. ഇരുന്നോളൂ. ജീൻസ്. പേര്? ചേച്ചിയുടെ പേര്? ദേവിനന്ദന. അല്ല എന്ന് പറയണോ ചേച്ചി? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ കൺഗ്രാലേഷൻസ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് കറക്റ്റ് ചെയ്തു, പക്ഷെ കുറച്ച് ധരിച്ചു. ക്ലാപ്സ്, ബിഗ് ക്ലാപ്സ്. പോയിക്കോളൂ. താങ്ക് യു. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഡെയിലി കാണുന്ന പല കാര്യങ്ങളും, വാച്ച് ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റു പലതും ആയിക്കോട്ടെ, നമുക്കത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ പാസ്സായി പോവുകയാണ്. എന്തോ കണ്ടു, എന്തോ കേട്ടു, നമ്മുടെ മനസ്സ് എപ്പോഴും വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഞാനൊരു ചെറിയ ചോദ്യം കഴിഞ്ഞ സെഷനെ ബേസ് ചെയ്ത് ചോദിക്കാം. നിങ്ങളുടെ മനസ്സ് ആ സെഷനിൽ ഉണ്ടായിരുന്നോ എന്ന് അറിയാനാണ്. ചോദ്യം തന്നോടാണ്. യെസ്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് ലേഡി ഹു കെയിം അറ്റ് ദ എൻഡ് ഓഫ് ദിസ് കളറിംഗ് സെഷൻ? ഒരു ചേച്ചി വന്നിരുന്നു. രാധ. ഓ സൂപ്പർ. ക്ലാപ്സ് ടു ഹെർ. ഓക്കെ, മൈൻഡ് വളരെ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഇങ്ങനെ അകത്തോട്ട് വരുന്നത് നമ്മളൊന്ന് മാനേജ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മനസ്സ് ധ്യാനത്തിലൂടെ ഏകാഗ്രമാക്കിയാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും, കളിക്കാനിരിക്കുമ്പോൾ കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയിട്ടില്ലേ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ? അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവും. അവിടെ പോയിട്ട് എന്തായിരിക്കും മെയിനായിട്ട്? കേക്ക് ഉണ്ടാവും. കേക്ക് എടുത്ത് കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും
താഴേക്ക് വീഴും. ആ കേക്കിൻ്റെ പീസ് നമ്മുടെ ഷർട്ടിലേക്ക് വീഴും. ടീഷർട്ടോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്താണോ അങ്ങോട്ട് വീഴും. പിന്നെ നമ്മളത് എടുത്ത് കഴിക്കുമോ? അപ്പോൾ അതൊരു ഡേർട്ടായി മാറി. അപ്പോൾ അത്രയും നേരം ഇതൊരു ബെസ്റ്റ് സ്വീറ്റ് ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ കേക്കായിരുന്നു. പക്ഷെ അത് വേറൊരു സ്ഥലത്തേക്ക് വീണപ്പോൾ, അതിൻ്റേതല്ലാത്തൊരു സ്ഥലത്തേക്ക് വീണപ്പോൾ അതൊരു അഴുക്കായിട്ട് മാറി. അപ്പോൾ ചുരുക്കത്തിൽ അതിനെ നമ്മുടെ മൈൻഡിലേക്ക് വന്നാൽ, മനസ്സിൽ ആവശ്യമുള്ള സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡേർട്ട് എന്ന് വിളിക്കാം. അഴുക്കുകൾ, മനസ്സിലെ അഴുക്കുകൾ. ഏതൊക്കെയായിരിക്കും മനസ്സിൽ അനാവശ്യമായിട്ട് വരുന്ന ചിന്തകൾ? ആവശ്യമില്ലാതെ, ഇപ്പോൾ കേക്ക് എപ്പോഴും നല്ല സ്വീറ്റാണ്, പക്ഷെ മേത്ത് ആ ഷർട്ടിൽ വീണ കേക്ക് ഒരു അഴുക്കായതുപോലെ, ഡേർട്ടായതുപോലെ. ഓൾ തോട്ട്സ് ആർ ഗുഡ് തോട്ട് ഓൺലി, ബട്ട് സംടൈംസ് ദാറ്റ് ബിക്കംസ് ഡേർട്ട്. അനാവശ്യമായ തോട്ടായിട്ട് വരും. അത് ഏതൊക്കെയായിരിക്കും ആ തോട്ടുകൾ? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞാൽ മതി. ആഹാ, പരീക്ഷ എഴുതുമ്പോൾ മറ്റേ കുട്ടിയുടെ നോക്കി എഴുതാൻ തോന്നും. അത് വളരെ മോശമായിട്ടൊരു ചിന്തയാണ്. ശരി, വളരെ ഡേർട്ടായിട്ടുള്ളൊരു തോട്ടാണത്. അടുത്ത തോട്ട് എന്തൊക്കെയാണ് ഈ സൈഡിൽ നിന്ന്? യെസ്, വേറെ ആള് പറയുന്നേര് കോപ്പി അടിച്ച് പറയാൻ അത് എക്സാമിൽ തന്നെയാണ് കറങ്ങുന്നത്. ശരി, താങ്ക് യു. അതൊരു റോങ് തോട്ടാണ്. അടുത്തത്, മുഖത്ത് നോക്കി കള്ളം പറയുക. ശരി, മുഖത്ത് നോക്കി കള്ളം പറയുന്ന, വരാം അവിടെ കഴിഞ്ഞിട്ട് വരാം. മുഖത്ത് നോക്കി കള്ളം പറയുക എന്നുള്ളൊരു റോങ് ഹാബിറ്റ്, റോങ് പ്രോസസ്. എക്സാമിന് തലേദിവസം പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരാം. എടോ, നിങ്ങൾ എക്സാമിന് തലേ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും പഠിക്കണം. അപ്പോൾ ഉറക്കം വരും അല്ലേ? പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരിക, അത് റോങ് ആണ്. ശരി, പഠിക്കാനിരിക്കുമ്പോ കളിക്കണം എന്ന് തോന്നുക. തനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? അമ്മ പേടിപ്പിക്കോ? അത് അച്ഛനെന്തെങ്കിലും അത് മാറ്റി കളഞ്ഞ് പഠിക്കും. അത് മാറ്റിക്കളഞ്ഞ് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. കളിക്കണമെന്ന് തോന്നും, പക്ഷെ അതിനെ വേണ്ട, കളിക്കണ്ട, എനിക്ക് എക്സാമിൽ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും. പഠിക്കുമ്പോ ഫോൺ ഇരുന്ന് കാണാൻ തോന്നുക. തനിക്ക് ഫോണുണ്ടോ? അത് അമ്മയുടെ ഫോൺ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോൺ? അല്ല, അച്ഛൻ്റെ പഴയ ഫോൺ ഉണ്ടായത്, അത് ഞാൻ ഇടയ്ക്ക് ചാർജിനിട്ടിരുന്ന് കാണും. ശരി ശരി, ഫോൺ ഉപയോഗിക്കാൻ തോന്നുക. നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എക്സാം ആവുന്ന സമയത്ത് പല കള്ളത്തരുണ്ടാവും. പേപ്പറിൽ എക്സാമിന്റെ പേപ്പർ ഇങ്ങനെ ഇരിക്കുന്ന പല ആൻസേഴ്സ് ചെയ്തു ചില പിള്ളേര്. അല്ല, താൻ എഴുതൂ? ഇല്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ എഴുതുന്നതിനെ അറിയാം? നല്ല ഇതാണ്, പഠിച്ച കള്ളനാണല്ലോ. ഞാനത് ഒരു സിനിമ കണ്ടിട്ട് ഞാനത് തന്നെ പഠിച്ചതാ. ചിലവര് ഇപ്പോ കർച്ചീഫിൽ എഴുതി വെക്കും ചില ആൻസേഴ്സ് ഒക്കെ. ഇങ്ങനെ കോപ്പി അടിക്കാൻ എഴുതാൻ പറ്റിയ ട്രിക്സാ ഇവിടെ. അതൊക്കെ തെറ്റുകളാണ്. ശരി ശരി, ഇരുന്നോളൂ. ഐഡിയ കിട്ടി. താങ്ക് യു. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പുരണ്ടാൽ എന്താ ചെയ്യേണ്ടത്? കുളിക്കും ഇല്ലേ? കുളിക്കില്ലേ? ലാസ്റ്റ് എന്നാ കുളിച്ചേ? ഇന്ന് കുളിച്ചു. ശരി, ഇനി മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഒന്നും കൂടി കുളിക്കും. ശരി, അതേപോലെ മനസ്സിനെ ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുളിയുണ്ട്. അതിനെയാണ് നമ്മൾ ധ്യാനമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ധ്യാനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാം. റെഡിയാണോ? ശരി, അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ പഠിച്ചു. നമ്മളതിൻ്റെ അവസാനത്തെ ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഈ സെഷൻ്റെ ധ്യാനത്തിൻ്റെ അവസാനമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീണ്ടും നട്ടെല്ലാം നിവർന്ന് ബാഗുകളൊക്കെ താഴെ വെച്ച് കൈകൾ രണ്ടും സ്വന്തം മടിയിൽ വെച്ചിട്ട്, പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും ഭയങ്കര സ്ട്രെച്ചുള്ള ടൈറ്റായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കിയിട്ട്, ഉദാഹരണം ബെൽറ്റ് അല്ലെങ്കിൽ റിസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ഇതേപോലെ ID കാർഡിന് എവിടെയെങ്കിലും വലിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിലാക്സ് ചെയ്തിട്ട് കൈ രണ്ടും സ്വന്തം മടിയിൽ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ടെൻഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാലുകൾ രണ്ടും താഴെ ടച്ച് ചെയ്യണേ. കുഞ്ഞു കുട്ടികൾ ചിലപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന വരില്ല, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പറ്റും. നമ്മുടെ ബോഡീനെ മൊത്തത്തിലൊന്ന് വീക്ഷിക്കുക. ഇപ്പോൾ നമ്മളൊരു ബേക്കറി പോയാൽ അവിടെ ഒരു പപ്സ് കാണും, അല്ലെങ്കിൽ അവിടെ ഒരു പഴംപൊരി കാണും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ജ്യൂസ് കാണും, എന്തെങ്കിലും ഒരു സ്നാക്ക് കാണും, കേക്ക് കാണും. അതിനെ നമ്മളിങ്ങനെ കൊതിയോടെ നോക്കുന്നത് പോലെ അത്രയും സന്തോഷത്തോടു കൂടിയും അത്രയും ആഗ്രഹത്തോടു കൂടിയും സ്വന്തം ശരീരത്തിന്, വേറൊരാളെയല്ല, സ്വന്തം ശരീരത്തിനെ മൊത്തമായിട്ടൊന്ന് വീക്ഷിക്കുക. എന്നിട്ട് ഏറ്റവും താഴെ പാദങ്ങൾ, രാവിലെ മുതൽ ക്രോക്സ് ആയാലും ബാറ്റ ആയാലും ഓരോ കമ്പനികളുടെ ഷൂ ഇട്ടിട്ട് നമ്മളിങ്ങനെ രാവിലെ മുതൽ നടക്കുവാണ്. അതാണ്, ആ പാദങ്ങളാണ് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാദങ്ങൾ രണ്ടും ഒന്ന് വീക്ഷിക്കുക. അവിടെ എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ, അതായത് അവിടെ എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ളൊരു പ്രഷറോ ഉണ്ടെങ്കിൽ അത് ഒന്ന് വീക്ഷിച്ചിട്ട് അത് അവിടെ ഇല്ലാതായതായിട്ട് ഭാവിക്കുക. കണ്ണടച്ച് പിടിക്കണേ. കണ്ണടച്ചില്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും.
കാരണം കണ്ണിലൂടെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ കടന്ന് അവിടെ ശല്യം ഉണ്ടാക്കുവാണ്, ഒരു ഉപകാരവും ഇല്ല. കണ്ണുകൾ അടച്ച് പിടിച്ച് നമ്മുടെ 2 കാൽപാദങ്ങളും നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക. അവിടെ എന്തെങ്കിലും വേദനയുണ്ടോ, അവിടെ എന്തെങ്കിലും ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, അത് 2 കാൽപാദങ്ങളിലും അതില്ല എന്ന് ഭാവന ചെയ്യുക. കാൽപാദങ്ങളുടെ കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് വരിക. നമ്മുടെ കാൽമുട്ടുകൾ വരെയുള്ള ഭാഗം, കാൽമുട്ട് വലിയൊരു ജോയിൻ്റാണ്. നമ്മൾ ഓടാനും നടക്കാനും ഏത് സമയത്തും നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജോയിൻറ്റുകളിലൊന്ന്. ആ ജോയിൻ്റ് വരെയുള്ള ബോഡി പാർട്ട് താഴോട്ട്, ജോയിൻ്റ് മുതൽ താഴെ വരെ യാതൊരു തരത്തിലുമുള്ള സ്ട്രെസ്സ്, ടെൻഷൻ അതൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് അതിനെ പതുക്കെ ഒന്ന് അവിടെ ഒന്ന് ചിന്തിക്കുക. എന്താണ് അതിൻ്റെ കാരണം? രാവിലെ എവിടെയെങ്കിലും പോയി ഇടിച്ചോ? അതവിടെ ഇല്ലാന്ന് ഭാവിക്കാൻ ശ്രമിക്കുക ഓരോ പോയിന്റിലും. കാൽമുട്ടിന് മുകളിൽ നമ്മുടെ ബെൽറ്റ് ഇടുന്ന പോർഷൻ വരെ, പാൻ്റായാലും അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളായാലും ജീൻസ് ആയാലും, ആ ബെൽറ്റ് ഇടുന്ന പോയിന്റ് വരെയുള്ള എല്ലാ തരത്തിലുള്ള ടെൻഷൻസ്, ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു വേദന, ഒരു മസിൽ ബലമായിട്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിന് മുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഓവർ ടൈം പണിയെടുപ്പിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ശരീരത്തിലെ വയർ അഥവാ സ്റ്റൊമക്ക്, അബ്ഡമൻ. ആ ഒരു ഏരിയ കംപ്ലീറ്റ്, ആ ഒരു അടിവയർ, ആ ഭാഗത്ത് കംപ്ലീറ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ്, ശബ്ദങ്ങൾ, കാരണം 24 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഒരിക്കലും റെസ്റ്റ് കൊടുക്കാറില്ലല്ലോ. ഉപവാസം, ഏകാദശി വ്രതം, അതൊന്നും പരമാവധി നമ്മൾ പാലിക്കാറേ ഇല്ല. ആ വയറിൻ്റെ അതിനോടൊരു നന്ദിയും കൂടി ഇപ്പോൾ പ്രകടിപ്പിക്കാം. കാരണം നമ്മുടെ ഒരു ബോയിലർ അല്ലെങ്കിൽ ഒരു എൻജിനാണത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഫ്യൂവൽ കിട്ടിക്കൊണ്ടിരിക്കണേ. നമ്മൾ സാധാരണ ഡീസലിന്, കാറിൽ ഡീസൽ അടിക്കുന്ന പോലെ, ലോറിയിൽ പെട്രോൾ അടിക്കുന്ന പോലെ ഇതിൽ ശരീരത്തിന് വേണ്ട എല്ലാ ഇന്ധനങ്ങളും സപ്ലൈ ചെയ്യുന്ന ആ ഒരു വയറിന് ഒരു നന്ദിയോടെ സ്മരിക്കുക. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വേദന, പ്രഷർ, സൗണ്ട് അതെല്ലാം ഇല്ലാതായതായിട്ട് ഭാവിക്കുക. നേരെ മുകളിലോട്ട് കൊണ്ടുവരിക. നമ്മുടെ ചെസ്റ്റ്, കഴുത്തിന് താഴെയുള്ള ഭാഗം, നെഞ്ചൊക്കെയുള്ള ചെസ്റ്റ്, അതേപോലെ അവിടെയുള്ള ശ്വാസകോശം, ഈ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വേദന, സ്ട്രെസ്സ്, ടെൻഷൻ, പെയിൻ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് ഭാവന ചെയ്യുക. ഇവിടെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് നമുക്ക് തോന്നാനുള്ള ഒരു സ്ഥലം. കാരണം എന്തെങ്കിലും ആകാംക്ഷ, ആങ്സൈറ്റി, ഇനി എന്ത് സംഭവിക്കും, പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ തോറ്റുപോകുമോ, ആദ്യത്തെ പെയിൻ വരുന്നത് ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മുടെ തോട്ടുകളെ ഒന്ന് ശാന്തമാക്കിയാൽ ഇവിടുത്തെ പെയിനും വളരെ കുറയും. ഉറങ്ങല്ലേ, ശരീരത്തിന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പതുക്കെ കഴുത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ യാതൊരു തരത്തിലുള്ള വേദനകളുമില്ലാതെ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കഴുത്തിന് മുകളിലുള്ള തല, മുഖം. അപ്പോൾ 2 സൈഡിലും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമുള്ള പാർട്ട്, കണ്ണുകൾ, ചെവികൾ, ഫോർഹെഡ്, നെറ്റിത്തടം, ഇവിടെയെല്ലാം ശാന്തമായതായിട്ട് ഭാവിക്കുക. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ ശരീരത്തിന് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു സ്വന്തം ശരീരത്തിനെ ഒന്ന് മൊത്തത്തിലൊന്ന് വീക്ഷിക്കുക. കാൽ മുതൽ നെറ്റിത്തടം വരെ പൂർണ്ണമായിട്ടും ശാന്തമായതായിട്ട്, ശാന്തമായി ഫുള്ളി റിലാക്സായി. നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞു, ധ്യാനത്തിൻ്റെ ഒരു ലക്ഷ്യം ശരീരത്തിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് പറഞ്ഞതെങ്കിലും മനസ്സ് ശാന്തമാകണമെങ്കിൽ ആദ്യമേ ശരീരം ഒന്ന് ശാന്തമാകണം. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. മനസ്സിൽ വരുന്ന ഡിസ്റ്റർബൻസ് ശരീരത്തിൽ വരും, ശരീരത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് മനസ്സിലും വരും. അപ്പം ഇതിനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് അതിനൊന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ശ്വാസമെല്ലാം നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ശ്വാസം നോർമലായിട്ട് തന്നെ പോകും. പ്രത്യേകിച്ച് യാതൊന്നും ബലം പ്രയോഗിക്കേണ്ടതില്ല. പക്ഷേ ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും അകത്തോട്ട് പോകുമ്പോഴും നമ്മൾ മാന്നുള്ള ആ ഒരു മന്ത്രം, ആ ഒരു ശബ്ദം, അമ്മ അല്ലെങ്കിൽ പ്രകാശം
ഈ ലോകത്തിൻ്റെ മൊത്തം പ്രകാശം, ലോകത്തിൻ്റെ മൊത്തം കാരുണ്യം നമ്മളിലേക്ക് വരുന്നു. അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ ടീച്ചേഴ്സ്, ബാക്കിയുള്ള എല്ലാവരും അവരിലൂടെ വരുന്ന ആ കാരുണ്യം ആശ്വാസത്തിലൂടെ അകത്തോട്ട് പ്രവേശിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. വീണ്ടും പ്രത്യേകിച്ച് ബലം പ്രയോഗിച്ചെടുക്കണ്ട, നാച്ചുറലായിട്ട് വന്നോട്ടെ. ഓരോ തവണ വരുമ്പോഴും ആ പ്രേമം ലോകം മുഴുവൻ നമ്മളെ പ്രേമിക്കുന്നതായിട്ടും നമ്മുടെ അച്ഛൻ, അമ്മ മുതലായ എല്ലാവരുടെയും പ്രേമം നമ്മുടെ ശരീരവും മനസ്സും മുഴുവൻ നിറയുന്നതായിട്ടും ഭാവന ചെയ്യുക. അടുത്തത് നിശ്വാസമാണ്. ഓരോ തവണ നമ്മൾ നിശ്വസിക്കുമ്പോഴും നന്ദി, നമ്മളെ വളർത്തി ഈ രൂപത്തിലാക്കി ഇന്നിവിടെ ഈ പരിപാടിക്ക് എത്തിച്ച ഓരോ ദിവസവും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് സമൂഹത്തിലെ മറ്റംഗങ്ങൾ, അവരോടുള്ള നന്ദി തിരിച്ച് അപ്പോൾ അകത്തോട്ടൊരു പ്രേമം വരുന്നു, പുറത്തോട്ട് നമ്മൾ ആ നന്ദിയുടെ പ്രകാശം പരത്തുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രകാശമായിട്ട് മാറുന്നു. നേരത്തെ പറഞ്ഞു, പല മനസ്സിൻ്റെ തെറ്റായ ചിന്തകൾ, തെറ്റായ സ്വഭാവങ്ങൾ, ഇതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു 10 തവണ ഒരുമിച്ച് ചെയ്യാം. ശബ്ദം നിങ്ങളാരും ഉണ്ടാക്കണ്ട, പക്ഷെ അകത്തോട്ട് എടുക്കുമ്പോൾ മാന്ന് ഭാവിക്കണം. ലോകത്തിൻ്റെ പ്രേമം മുഴുവൻ നമ്മളിലേക്ക് വന്നതായിട്ട് ഭാവിക്കുക. ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നമ്മളിലെ ആ ഒരു നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ദാറ്റ് ലൈറ്റ് ഈസ് സ്പ്രെഡിങ് ഫ്രം അവർ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഓരോ തവണയായിട്ട് ചെയ്യാം. മാ ഓ മാ ഓ മാ ഓ പ്രേമവും പ്രകാശവും ഓർക്കാൻ പറ്റുന്നവരത് ഓർക്കുക. മാ ഓ മാ ഓ മാ മാ ഓ ഓരോ തവണ ഇനിയെപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ലോകം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയുള്ള എല്ലാ സഹായം അവർ ചെയ്യുന്നു എന്ന് ഭാവന ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുക. ഓരോ തവണ നിശ്വസിക്കുമ്പോഴും എൻ്റെ പ്രകാശം, എൻ്റെ നന്ദി ലോകത്തിലുള്ള എല്ലാവരിലേക്കും പടരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു നിശ്വാസം വിടുക. പതുക്കെ കണ്ണുകൾ തുറക്കാം. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് തൊട്ടെണീപ്പിക്കാം. പതുക്കെ ആരെയും ബലം പ്രയോഗിക്കണ്ട. പനി വന്നാൽ ഡോക്ടറെ കാണാൻ പോവില്ലേ? ഡോക്ടർ എന്ത് ചെയ്യും? മരുന്ന് എഴുതി തരും അല്ലേ? ഡോക്ടർമാർ മരുന്ന് എഴുതി തരില്ലേ? ഈ മരുന്ന് എഴുതി തന്ന മരുന്ന് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് അല്ലെങ്കിൽ കുറിപ്പടി എന്ത് ചെയ്യും? ഡോക്ടർമാർ കുറിപ്പടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അത്രയും വെള്ളമോ? ആശുപത്രി പോയിട്ട് മരുന്ന് കടയിൽ പോയിട്ട് മരുന്ന് മേടിച്ച് നമ്മൾ കഴിക്കും അല്ലേ? അപ്പോൾ ധ്യാനം ഇവിടെ വന്ന് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അൺലെസ് യു പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, ഈ കുറിപ്പടി മേടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും ഒന്ന് കുളിപ്പിക്കണം. ഇനിയിപ്പോൾ അറിയാലോ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്ന്? അറിയാലോ മനസ്സിനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്? രാവിലെ നമ്മൾ ഇങ്ങനെ മുടി അല്ലെങ്കിൽ അവിടെ ഇവിടെ ഓരോ ഭാഗത്തും സോപ്പൊക്കെ തേച്ച് നല്ല കുട്ടപ്പൻ സുന്ദരൻ സുന്ദരിയായിട്ട് കുളിക്കുന്നത് പോലെ, ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഓരോരോ വെള്ളത്തിൽ കുളിക്കുന്ന പോലെ
അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിന്നും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഈ മാലിന്യങ്ങളും മാറ്റാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് ശാന്തമായിട്ടിരുന്നിട്ട് ഒന്ന് മനസ്സിനൊരു നല്ലൊരു ബാത്ത് കൊടുക്കണം, ഒരു ഷവർ കൊടുക്കണം. അതിന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ധ്യാനത്തിൻ്റെ ടിപ്സുകൾ, പ്രാക്ടീസുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉപയോഗിക്കാം. ഇനി അത് മറക്കില്ലല്ലോ. എല്ലാവർക്കും അവരുടെ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റി ശരീരവും മനസ്സും ശക്തമായി നിലനിർത്താൻ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം.